നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും എല്ലാ BJPക്കാർക്കും എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ ഒരു നമസ്കാരം. ഇന്ന് 29 ജൂൺ 2025 ഞായറാഴ്ചയാണ്. എല്ലാവർക്കും ശുഭമുഹൂർത്തം നേർന്നു, മംഗളം നേരുന്നു. അപ്പോൾ യൂട്യൂബിൽ എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും എന്നോട് വിരോധം നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക്, അതായത് 500 മില്യൺ കോടി ആളുകൾക്ക് ഉപകാരമുള്ള പല തരം സാധനങ്ങൾ കൊടുത്തതാണ്. എനിക്ക് ഐഡിയ വെക്കാനേ കഴിയും. ഐഡിയ വെച്ച് പലതും തനിച്ച് നിർമ്മിക്കാൻ കഴിയും. പക്ഷേ അതിനൊരു പരിധിയില്ലേ. വലിയ സംഭവങ്ങളായത് കാരണം പാർലമെൻറ്റിൻ്റെ സപ്പോർട്ടില്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രധാനമന്ത്രിയുടെ കാലത്ത്, അതായത് AB വാജ്പേയി, അതുപോലെ തന്നെ രാഷ്ട്രപതി ഗാനി സൈൽ സിംഗ്, മുൻ രാഷ്ട്രപതി KR നാരായണൻ, APJ അബ്ദുൽ കലാം, ഡോക്ടർ മൻമോഹൻ സിംഗ്, അതുപോലെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇവരൊക്കെ കാലത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ റെക്കമെൻഡേഷൻ ചെയ്ത് അത് പാർലമെൻറ്റിലേക്ക് വിട്ട് നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അതിൽ അവസാനം ഇപ്പോൾ കയ്യിൽ അവശേഷിക്കുന്നത് ക്യാൻസറിൻ്റെ മരുന്നാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കാരണം എൻ്റെ വീടൊക്കെ അടിച്ചു പൊളിച്ച് കംപ്ലീറ്റ് നാശനഷ്ടമുണ്ടാക്കിയത് അമേരിക്കക്കാരല്ല, ഇവിടുത്തെ ഹിന്ദുക്കളല്ല, ഈ നാട്ടിലെ ഹിന്ദുക്കളല്ല, ഇവിടുത്തെ ചെറുമക്കളുടെ നുണപ്രയോഗം ഉണ്ട്, കുറച്ചുണ്ട്. അത് കാരണം ഈ സാധനം ആക്കിയുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. എൻ്റെ ഇവിടുത്തെ മിൽമയിൽ ഒരു ദിവസം പാൽ അളന്നിരുന്നവർ 230 ആൾ ആയിരുന്നു. അതിൽ 236 പാൽ അളക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ചില പശുക്കളുടെ പാൽ 20 ലിറ്റർ, 25 ലിറ്റർ, 15 ലിറ്റർ, വെറും 5 ലിറ്റർ ഒക്കെ പാൽ കൊടുക്കുന്നുണ്ട്. 5 ലിറ്റർ ആണെങ്കിലും നായ് പാലാണെങ്കിലും അത് വേറൊരുത്തനും ഉപകാരം കിട്ടുന്ന സാധനമാണെന്ന് ഞാൻ ബഹുമാനം കരുതുന്നു. എന്നാൽ ലീഗിൻ്റെ ഭരണം കാരണം, ലീഗിൻ്റെയും CPMൻ്റെയും ഭരണ നേട്ടത്തിൻ്റെ പ്രയോജനം കാരണം ഇപ്പോൾ വെറും 5 പേരാണ് അവിടെ പാൽ കൊടുക്കുന്നത്, വേറെ ആരും ഇല്ല. അപ്പോൾ എത്രയും കുറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടേ കുറഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ വീടുണ്ടാക്കാനും പാടില്ല, കക്കൂസിനാക്ക് ഉണ്ടാക്കരുത്, കാലികളെ വളർത്തരുതെന്ന് KP പാപ്പുട്ടയുടെ നിർദ്ദേശമാണ്. ഇവിടെ ഒരു തൊഴിൽ ചെയ്യാനും ഇത് കൊടുത്തില്ല. ആദ്യം ഇവിടുന്ന് എടുത്ത് വലിച്ചെറേണ്ടത് ഇവിടുത്തെ പട്ടികജാതിക്കാരെ. അത് തീരുമാനമാണ്. അവർ സാധാ മനുഷ്യരായിട്ട് എല്ലാവരുടെയും കൂടെ അവർക്ക് നിൽക്കാം, അതിന് യാതൊരു തെറ്റുമില്ല, അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സാധാ മനുഷ്യരായിട്ട് ഇവരുടെ ഈ തകരാറെന്ന് വെച്ചാൽ, ഇവർ പഠിക്കാണ്ട വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, ജോലി എടുക്കാണ്ട ഇവർക്ക് പലതരം ആനുകൂല്യങ്ങൾ, ഇതൊക്കെ തിന്നിട്ട് ഇവർ നടക്കുന്ന സമയത്ത് ഇവർക്ക് 3 വർഷം നമ്മൾ ഒരുമിച്ച് കൂട്ടിവെച്ച് വാദിച്ചാൽ അതിൽ ഒരു ദിവസം പോലും ജോലി ചെയ്യാനുള്ള അവസരം ഇവർക്കുണ്ടാവില്ല. മാത്രമല്ല ഒരുത്തൻ്റെ വേദനയും വിഷമം ഇവർക്കറിയില്ല. അതുമാത്രമല്ല അത് ചിന്തിക്കാനുള്ള വിവരം അവർക്കില്ല. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് ചെയ്താലും അത് തെറ്റായിട്ടേ ഇവർ കാണും. കാരണം ഇവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. എന്താണ് കാരണം എന്ന് അറിയില്ല. അതാണ് കാരണം. ഇപ്പം ഇനി എൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് വല്ലവരും നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഏരിയ നയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നയങ്ങളുണ്ട്. അത് തൊട്ടടുത്തുള്ളവനെ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഇവരെ സപ്പോർട്ട് ചെയ്യില്ല, സാക്ഷി പറയില്ല. അതാണ് ഇവിടുത്തെ ലീഗരും അങ്ങനെയാണ്. കാരണം അത് മുഴുവൻ തെറ്റാണ്. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പം എത്രയോ ആളുകളുടെ ക്യാൻസർ മാറ്റി കൊടുത്തിട്ടും മുറിഞ്ഞ കാലിന് ഏച്ചു കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരുപാടെണ്ണം ഞാൻ ശരിയാക്കി കൊടുത്തിട്ടും അവരെന്നെ തൂപ്പാക്കിയിട്ട് നടക്കുക. എനിക്ക് ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ
ഞാനൊരു കൂടാനംസയുടെ ഒരു മകൻ്റെ അടുത്ത് പണിക്ക് ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മ കാല് മുറിഞ്ഞിരിക്കേണ്ട പ്ലാസ്റ്റർ കിടക്കുകയാണ്. ആ പ്ലാസ്റ്ററിൻ്റെ ഇടയിൽ കൂടെ മരുന്ന് തേച്ചാൽ പറ്റില്ല. എന്തായാലും ഞാൻ ലേശം മരുന്നുണ്ടാക്കി കൊടുത്തു. അത് എൻ്റെ കാര്യത്തിൽ തെറ്റൊന്നുമല്ല. ഈ മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് കഴിച്ച് കഴുകി ഞാൻ അതിൻ്റെ മേലെ കഴുകിയിട്ട് മേലെ പുരട്ടിയാലും ഈ സാധനം ശരിയാവും. അല്ലാണ്ട് നിലവിൽ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിച്ചിട്ട് വേറെ ഏതെങ്കിലും എണ്ണയോ തൈലോ ഭക്ഷമോ എന്ത് തേച്ചാലും എൻ്റെ മരുന്ന് ഉപയോഗിക്കില്ല. മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ കുറ്റം. അല്ലാണ്ട് ഞാൻ മരുന്ന് കൊടുക്കുകയല്ല. ഇദ്ദേഹം ഈ പറഞ്ഞ ഈ നല്ല കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ, അതായത് കൂടാന്മാർ കംപ്ലീറ്റ് നിങ്ങൾ എവിടെ കൂടാൻ ഇവിടെ വണ്ടാമി പരിസരത്ത് ഇവരൊരു കല്ലേക്കാട്ടുകാരാണ്. ഇവരെടുത്ത് നോക്കിയാലും എന്തെടുത്താലും വട്ടപ്പൂജയെ കാണും. വട്ടപ്പൂജത്ത് കുറഞ്ഞിട്ടൊന്നും കാണില്ല. അവർ മണ്ടത്തരേ അവർ ചെയ്യും. അവർ വിചാരം അവർ എന്തോ ഒരു സംഭവമാണെന്നാണ്. അത് ശരിയാണ്. തുണി അയച്ചിട്ട് കണ്ണാടിയിൽ നോക്കിയാൽ എടുത്തൊന്ന് നോക്കിയാൽ നീണ്ട കൊല ഇങ്ങനെ ആടിക്കിടക്കുന്നത് കാണാം. ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം വേറെ ആർക്കും അതില്ലല്ലോ. അപ്പോൾ ഇത്തരം മണ്ടത്തരമുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലെ ശാപം. അതായത് ഇവർ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, എല്ലാ വിഭാഗക്കാരും തൻ്റെ മതം കൃത്യമായിട്ട് പഠിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. തൻ്റെ മതം കൃത്യമായിട്ട് പഠിപ്പിക്കണം. അത് നുണയും കിണിയൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല, നല്ല ക്ലിയറായിട്ട്. അതുപോലെ അവർക്ക് ഒത്തൊരു പ്രാർത്ഥനയും അവർക്ക് വേണം. വലിയ പ്രാർത്ഥന എന്തായാലും അവർക്ക് കിട്ടില്ല, അത് അവർക്ക് കൊടുക്കാനും പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തങ്ങന്മാർക്ക് പ്രാർത്ഥന അറിഞ്ഞെങ്കിൽ ഇപ്പോൾ ബയാർത്ഥങ്ങളൊക്കെ കിണറിൽ പൈസ ഇടാൻ വേണ്ടി പറയില്ല. പ്രാർത്ഥന അറിയെങ്കിൽ അതിൽ പറയില്ല. അയാൾക്ക് ഏതെങ്കിലും ജിന്ന അയാളുടെ നേരെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ അങ്ങനെ സംസാരിക്കില്ല. കാരണം അതിന് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു നയമുണ്ട്. ആ നയത്തിൽ കൂടെയാണ് അത് സംസാരിക്കും. പിന്നെ നമ്മളിരിക്കുന്നിടത്ത് ധനം സ്വർണ്ണമൊക്കെ കുന്നുകൂടും. അതൊരു സ്വാഭാവിക സംഭവമാണ്. അത് കുന്നുകൂടാന്ന് വെച്ചാൽ ഇവരാരും കൊടുന്നേക്കുന്നതല്ല, അതിൻ്റെ ആൾ വേറെ. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനും കഴിയില്ല. കാരണം നിങ്ങൾക്ക് കണക്ക് വേണമെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കണക്കേ പറ്റും. മറ്റാളുടെ അടുത്തേക്ക് വരണേ ഞങ്ങളുണ്ടാക്കുന്ന കണക്ക് പറ്റും. എന്താ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ആ കണക്കേ ആവുള്ളൂ. കാരണം ഈ കഴിയുമ്പോൾ കരയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കരയാക്കുക എന്ന് പറഞ്ഞാൽ കൊലപാതകം, അക്രമം, മയക്കുമരുന്ന്, കളവ്, ഇതൊക്കെയാണ് ഈ കറ എന്ന് പറയുന്നത്. മറ്റത് ഞാൻ ഓപ്പൺ സംസാരിച്ചിട്ട് നുണ പ്രചരിപ്പിക്കുന്നപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡി എടുത്ത് നോക്കിയാൽ നിങ്ങൾ കാണേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതായത് ഈ ഫോണിൽ കൂടെ വരുന്നത്, സോഷ്യൽ മീഡിയ വഴി ഇന്ന് വരുന്നത് 99.4% ആണ് പെണ്ണായിട്ടും പെണ്ണാണായിട്ടും തട്ടിപ്പ്. അതേമാതിരി യൂട്യൂബിൽ ചാനൽ പിടിപ്പിക്കുക. നമ്മൾ നെറ്റിൻ്റെ ഒരു മാസമോ 3 മാസമോ നെറ്റ് എടുത്താൽ ആ നെറ്റിൽ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കിട്ടില്ല. ഒരു ഗൂഗിൾ പേ കൊടുക്കാനും കൂടി അതിൽ കിട്ടില്ല. പിന്നെ നമുക്കിതൊന്നും ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല. പിന്നെ യൂട്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപക്ക് യൂട്യൂബിന് നമുക്ക് കുറച്ച് ആളുകളെയൊക്കെ ആക്കാം, അവരുടെയൊക്കെ എത്തിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചെന്തെങ്കിലും വരുമാനം കിട്ടിയിട്ട് അതിൽ നിന്ന് ഇവർ പിന്നെ പറയണേ നമുക്ക് അതിനിത്ര ചിലവുണ്ട് അതുകൊണ്ട് അത് തരണമെന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാം. ഇവരെന്താ ചെയ്യണമെന്ന് അറിയാം? ഒരു രൂപക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി തരും. എന്നിട്ട് ആ ഭാഗത്തേക്ക് എത്തിയാൽ അവർ പറയും, ഇത് നിങ്ങൾക്ക് 10,000 എടുത്തോളി, 8,000 എടുത്തോളി, അല്ലെങ്കിൽ വെറും 500 മതി. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഒരു ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിന് പ്രതിമാസം 5,000 രൂപ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ അത്രയേറെ കളവ്. അതുകൊണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ഫോൺ നമ്പർ ഇതിൽ ഉപയോഗിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല അതിൻ്റെ പാസ്വേഡ് ഒരു കാരണവശാലും ഇതിൽ കൊടുക്കരുത്. അത് മാത്രമല്ല നമ്മളെ കല്യാൺ ജ്വല്ലറി ഉണ്ട്, തൃശ്ശൂരാണ് അവർ. അതിൻ്റെ പിന്നിൽ ഉള്ള ആളുകൾ പല ആളുകളുടെയും OTP സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് ഒന്നാണ്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിനൊക്കെ വിവരം അറിയും. മനസ്സിലായില്ലേ? OTP നിങ്ങൾക്ക് എടുക്കാൻ ആരാ അധികാരം തന്ന്? OTP ആർക്കാ? അത് ആ ഫോണിൻ്റെ നമ്പർ ആരാണോ ഉപയോഗിക്കുന്നത് അവർക്കുള്ളതാണ്. ആ ഫോൺ സിം അവൻ്റെ ആധാർ കാർഡ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള സിം അവൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തവനക്ക് മാത്രമുള്ളതാണ് ഈ OTP. അല്ലാണ്ട് കല്യാൺ ജ്വല്ലറിക്കാർക്കുള്ളതല്ല.
അതുപോലെ അത് വേറൊരാൾ അനാവശ്യമായിട്ട് വാട്സപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. അതിനാണ് സൈബർ സെല്ല് പോലീസുകാർ. ഇപ്പോൾ സൈബർ സെല്ല് പോലീസുകാരൊക്കെ എൻ്റെ ചില ചോദ്യത്തിന് അവർ കൃത്യമായ ഉത്തരം പറയേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ പിടിക്കും, അണ്ണാക്കിലിട്ട് പിടിക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ഭാര്യയില്ലാണ്ട് ഒരു കല്യാണ പരസ്യം കൊടുത്താണ്. അതിൻ്റെ മുകളിൽ തകരാറ് ചെയ്തിട്ട് അത് കൂടെ വന്നിട്ടുണ്ട്. എനിക്കിത് ആണേതാ പെണ്ണേതാന്ന് തിരിച്ചറിയില്ല. എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും കള്ളത്തരമാണ്. കേന്ദ്ര സർക്കാരിന് ഒരു ലേശം വിവരം വെച്ചിട്ടൊരു കാര്യം പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റേഷൻ കൊടുക്കുന്നതിൻ്റെ പിന്നാമ്പുറം ഒന്ന് പരിശോധിക്കുക. അതായത് മരുന്ന്, റേഷൻ, വീട്, ആ പരിശോധിച്ചിട്ട് ഇവർ ഫാമിലി ഉള്ളതാണോ എന്ന് മുതൽ അവർക്ക് ഫാമിലി തുടങ്ങിയത്, അതിൻ്റെ മുമ്പ് വരെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ വരെ എങ്ങനെയാണ് എന്നൊരു 3 കോളം പൂരിപ്പിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് എഴുതി കൊടുക്കാൻ ഓഫീസിലേക്ക് വരാനും പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം വളരെ വൈകി കല്യാണം കഴിക്കുന്നവരെ ഈ ലോകത്ത് വെച്ചേക്കാൻ പാടില്ല. അത് മാത്രമല്ല, സർക്കാർ സർവീസിൽ കയറി ഇരുന്നിട്ട് അവർക്ക് ഭർത്താവില്ലാണ്ട് എത്ര കാലം തുടർന്നു. അതുകൊണ്ട് ആ ജോലിയിലിരിക്കാൻ അവർക്ക്, ആ റേഷൻ വാങ്ങാനും ആ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാനും അവർക്ക് പാടില്ല. മനസ്സിലായില്ലേ? അത് പ്രകൃതി തത്വമാണ്, എൻ്റെ ഒന്നും അല്ലാതെ പ്രകൃതി തത്വമാണ്. ഈ നാട്ടിൽ ജനിച്ച എല്ലാ ആൺകുട്ടികൾക്കും ഇവിടുത്തെ പെൺകുട്ടികൾ അവർക്ക് ഉപയോഗിക്കാനാണ്. അത് ചില ആൾക്ക് 5, 6 പെണ്ണുങ്ങളുണ്ടാവും, ചില ആളുകൾക്ക് ഒന്നും കിട്ടാത്തവരുണ്ടാവും. ഒന്നും കിട്ടാത്തവരുന്നാൽ ശരിയാവില്ല, ഒന്നുണ്ടാവണം, ഒന്നെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ നടക്കില്ല. കാരണം അവനും മനുഷ്യനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലോണം ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് വരാൻ. കാരണം നുണ പറഞ്ഞ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് തെറ്റാണ്. അത് കർശനമായിട്ട് ഗുരുതരമായിട്ടുള്ള പ്രോട്ടോക്കോൾ ലംഘനം ആണ്. അപ്പോൾ ഇത് വരുത്തേന് വീടടിച്ചു പൊളിച്ച കേസിലും അതുപോലെ തന്നെ അക്രമം ചെയ്ത കേസിലും പട്ടാമ്പി പോലീസ്, പാലക്കാട് ജില്ലാ SP-മാർ, കേരളത്തിലെ DGP-മാർ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ടെത്തിയിടത്തോളം ലീഗുകാരും ചില CPM-കാരും, എല്ലാവർക്കൊന്നും എനിക്കതിന് പറയാൻ പറ്റില്ല, ലീഗുകാരെ ഫുള്ളൊന്നുമില്ല. അതുപോലെ ചില യൂത്ത് കോൺഗ്രസ്സുകാരാണ്. പക്ഷെ നടപടി എടുക്കേണ്ടി വരും. അവർ രാഷ്ട്രീയ വകയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇത് ആരാണോ ചെയ്ത് ആ കയ്യിനെ പിടിക്കേണ്ടി വരും. മാത്രമല്ല അവർക്ക് പറയാനുള്ളത് കേൾക്കണം. ഞാൻ എന്ത് തെറ്റാണ് സമൂഹത്തോട് ചെയ്തത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. ഞാൻ ചെയ്ത മാതിരി ഒരു ഉപകാരം ചെയ്യാൻ അവർക്ക് എന്താ പണി? ഇപ്പോൾ കുടലൂർ കൂടെ ബസ് റൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ രാഷ്ട്രപതിയോട് പറഞ്ഞത് കാരണം എല്ലാ ഉൾനാട്ടിലും ബസ് റൂട്ടായിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ മാത്രം എനിക്കെതിരെ 10,000-കണക്കിന് അപേക്ഷ കൊടുത്തിട്ട് എൻ്റെ ബസ് റൂട്ടുള്ളത് കംപ്ലീറ്റ് മുടക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ലീഗുകാർ. അതിലുള്ള BJP-കാർ കുട്ടികളെ എന്നോട് പറഞ്ഞത് ഇന്നമാതിരിയ സംഭവം കിടക്കണം, എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന പേപ്പർ തെറ്റാണെന്ന് പറയാൻ എനിക്ക് പറ്റുമല്ലോ. അപ്പോൾ അത് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. സൈൻ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് ഇതുപോലെ ഉണ്ടാകുമെന്ന് അത് എനിക്കറിയണ്ട, നാട്ടുകാർ തീരുമാനിക്കട്ടെ. നാട്ടുകാർ അതിലും വലിയ അപേക്ഷ വേറെ തരട്ടെ, അതാണ് അതിന് വഴി. അതിലും വലിയ അപേക്ഷ തരട്ടെ. വരുമ്പോൾ നിങ്ങൾ എനിക്ക് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ സർവീസ് കയറിയാൽ ഈ രഹസ്യം ഉണ്ടല്ലോ, രഹസ്യം, അതായത് ഈ പരാതി പറഞ്ഞവൻ്റെ പേര് മൂടി വയ്ക്കുന്ന സമ്പ്രദായം, അത് വേണ്ടാത്ത പണിയാണ്. അത് വേണ്ടാത്ത പണി എന്ന് പറഞ്ഞാൽ ആ പേര് പറയണം. അവനക്ക് വല്ല ഭീഷണിയും വരികയാണെങ്കിൽ അത് നിങ്ങൾ നേരിടുകയും വേണം. ആ പേര്, കാരണം ഭീഷണി എന്തെങ്കിലും തരത്തിൽ വരികയെന്ന് പറഞ്ഞാൽ അത് അറിയണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇവൻ നുണ പറഞ്ഞിട്ട് പല ആൾക്കാരെ കുടിപ്പിച്ചതാണ് നമ്മളിപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നുണ പറഞ്ഞിട്ട്, യഥാർത്ഥമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നുണ പറഞ്ഞിട്ട് പല ആളുകളെയും കുടിക്കുന്നുണ്ട്. അത് രംഗത്ത് വരിക തന്നെ വേണം. അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് മരുന്നുകൾ ഫുള്ളായിട്ട് പരസ്യ വിചാരണ വേണം. നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥരെ പരസ്യ വിചാരണ വേണം. 70% പോലീസുകാരെയും പരസ്യ വിചാരണ വേണം. അത് ഇനി പോലീസ് സ്റ്റേഷനായാലും ജീപ്പായാലും അതൊക്കെ കത്തിച്ച് കളയണം. അതിലൊന്നും എന്തും കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. കാരണം പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് ഇത്രയും പൈസ വാങ്ങിയെടുക്കുന്നത് എന്നിട്ട് നുണ പ്രചരിപ്പിക്കുന്നതും തെറ്റാണ്. പോലീസുകാർ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് യൂണിഫോം പുറത്തേക്കുള്ളതാണ്, അകത്ത് നിങ്ങൾക്ക് മജിയും ചോരയൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായി, അത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഈ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ആ ജോലി ചെയ്യാനാണല്ലോ. നിങ്ങളൊരു വീട്ടിലെ പണിക്കാരനെ നിങ്ങൾ പുറത്തുനിന്ന് ആക്കിയാൽ അവനെ ഏൽപ്പിക്കുന്ന പണി അവൻ ചെയ്തില്ല വെച്ചാൽ നിങ്ങൾ പൈസ കൊടുക്കുമോ?
നിങ്ങൾ കൊടുക്കുമോ? അത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് കംപ്ലൈൻറ്റുകൾ അന്വേഷിക്കുക. കാരണം ഇത്രയേറെ തകരാറ് ഒരുപാട് ഗുണം ചെയ്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ ഇന്ന് പോലീസുകാരോട് ഒരു വാക്കും കൂടി, നിങ്ങളിപ്പോൾ വാങ്ങുന്ന ശമ്പളം, ആ ശമ്പള കമ്മീഷൻ 2003 APJ അബ്ദുൽ കലാമിന് ഞാൻ കൊടുത്തുള്ള റിപ്പോർട്ട് അനുസരിച്ചാണ്. മനസ്സിലായില്ലേ? പോലീസുകാർ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ള ഏകദേശം 63% ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ശമ്പളം വാങ്ങുന്നത് എൻ്റെ റിപ്പോർട്ടിൻ്റെ മുള്ള. മനസ്സിലായില്ലേ? അതിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? ബഹുമാനപ്പെട്ട ഇന്നത്തെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വിരലിൻ്റെ പവർ മനസ്സിലായില്ലേ? അതായത് നമുക്ക് കൂട്ടായിട്ട്, അത് എൻ്റെ ഒരു കാര്യം മാത്രമല്ല, നിങ്ങൾ ചെയ്ത പലതുമാണ്. എൻ്റെ ചേട്ട ഷർട്ട് നിങ്ങളെപ്പോലെ പല ആളുകളും ഉണ്ടാക്കിയതാണ്, ഞാനുണ്ടാക്കിയതല്ല. അപ്പോൾ നമുക്ക് പല കൂട്ടായ ബന്ധത്തിലേ ഇത്തരം സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മോശം ചെയ്യരുത്. നമ്മളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് നമ്മളെ റവന്യൂ ജീവനക്കാർ, നമ്മുടെ പോലീസുകാർ. അത് നിങ്ങൾ മറക്കുന്നു, അത് ശരിയല്ല. അതേ സ്ഥാനത്ത് ഒന്നും മിരട്ടാൻ നിങ്ങൾ മറക്കരുത്. ഒന്നും മിരട്ടാൻ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, എനിക്ക് പറയാനുള്ളത് കേൾക്കണം. ഒരു മിരട്ടണം. അത് കൊല്ലാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മിരട്ടുക. മനസ്സിലായില്ലേ? ഇതാണ് എൻ്റെ സമീപനം. ഇപ്പോൾ പല വിഷയങ്ങളും അങ്ങനെയാണ്. 16 മിനിറ്റായി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ക്യാൻസർ മാറ്റാൻ പറ്റും. 3 ദിവസം കൊണ്ട് ശ്വാസം മുട്ടൽ മാറ്റാൻ പറ്റും ഫുള്ളായിട്ട്. അതുപോലെ ഇനി ഒരിക്കലും വരാതിരിക്കാം. ഇനി ഒരിക്കലും ഇതുവരെ പോയവർക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. പല ആളുകൾ നോക്കിയിട്ടുണ്ട്. അതേമാതിരി കൽപ്പണിക്കാരോടൊരു വാക്ക്. കൽപ്പണി എന്ന് പറഞ്ഞാൽ കെട്ടിടം പണിയെടുക്കണം, മിഷ്യക്കല്ലിൻ്റെ പണിക്കാർ, തേപ്പിൻ്റെ ആളുകൾ, ഇവരുടെ തണ്ടൽ വേദന, പെരട്ടി വേദന, മുട്ടുവേദന, ഇത് ഓയിൽ തേച്ചുകൊണ്ടൊന്നും ശരിയാവില്ല. അതിന് 3 ദിവസം 30 ലിറ്റർ കഷായം ഇരുന്ന് ഉപയോഗിക്കണം. അത് ഫുള്ളായിട്ട് മൂത്രമൊഴിച്ച് പോവുകയും വേണം. അങ്ങനെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് 70 കൊല്ലം യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഇപ്പം ജലദോഷം പനിയും വരും കേട്ടോ, ജലദോഷം പനിയും വരും. ചിലപ്പം മറ്റൊരു കാരണത്തിന് നിങ്ങൾ മരണപ്പെടാനും സാധ്യതയുണ്ട്. നിങ്ങളല്ലാതെ ഞാനാണെങ്കിലും, ഞാൻ നിങ്ങളെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പരാതി പറയണ്ട, എനിക്കും തന്നെ ശരി. കാരണം ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സാധനമാണിത്. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം യാതൊരു ഗ്യാരണ്ടിയില്ല. കണ്ടെങ്കിൽ കണ്ടു, ആയെങ്കിലായി, നിന്നെങ്കിൽ നിന്നു. പക്ഷേ ഈ കരൾ രോഗത്തിൻ്റെ സാധനം അങ്ങനെയല്ല, അത് ശരിക്കുള്ള സാധനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ നിർബന്ധം മരുന്ന് ഞാൻ ചെയ്യണം. അത് മരുന്ന് പെട്ടെന്ന് അയാൾക്ക് ഇറങ്ങുകയാണെങ്കിലാണ് 1 മണിക്കൂർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 24 മണിക്കൂർ ചെയ്യുന്നേ വേണം. കാരണം ഈ മരുന്ന് ഇറക്കാണ്ട് അയാളെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അകത്തേക്ക് മാത്രം മരുന്ന് കൊടുത്താൽ പോരാ, പുറത്തുള്ള മരുന്ന് കൊടുത്ത് അദ്ദേഹത്തിന് ഓരോ സ്പൂണ് വെള്ളം കൊടുത്ത് അത് ഇറങ്ങൽ തുടങ്ങി ശരിയാക്കിയിട്ട് വേണം ഈ മറ്റുള്ള ടൈമിലേക്ക് കിടക്കാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പട്ടികളെ കൊന്നുകൊണ്ടൊന്നും കാര്യമില്ല. പട്ടികളെ കൊല്ലണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പേപ്പട്ടി കടിച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നിലോ പഴയ ആയുർവേദക്കാരെ എടുത്തോ പോരുത്, ഒരു കാര്യമില്ല. അതുപോലെ നിങ്ങൾക്ക് ക്യാൻസറാണെന്ന് അവർ പറയും. അവർ ക്യാൻസർ ഉണ്ടാക്കി തന്നിട്ടാണ് ക്യാൻസറാണെന്ന് പറയുന്നത്, അല്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തം ക്യാൻസർ വന്നതല്ല. ഇന്നത്തെ പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ ആർക്കും ക്യാൻസർ വരും. അതുപോലെ 4 മാസം കൂടുമ്പോൾ ഒരു തവണ മാത്രം ചുണ്ണാമ്പ് കൂട്ടിയിട്ടുള്ള മുറുക്കാം നമ്മുടെ വായിലെ നാവിൻ്റെ തൊലിയൊക്കെ പൊളിഞ്ഞു പോയി നന്നായിട്ട് വരും. നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഡെയിലി 2 തവണ ഈ ചുണ്ണാമ്പ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഇതുകൊണ്ടൊക്കെ നിറച്ച് പുഴുകണം. അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഈ അണ്ണാക്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് കയറിയിട്ട്, എന്നിട്ട് പുഴുത്ത് മുറിയായിട്ട്. ഈ ചുണ്ണാമ്പാണ് ആ സാധനം. മനസ്സിലായില്ലേ? ചുണ്ണാമ്പ് നിസ്സാരമൊന്നുമല്ല, ചുണ്ണാമ്പ് കാൽസ്യമാണ്. അതായത് വല്ലാണ്ട് പുഴുക്കൾ വരും. ഇതുപോലെ പുഴുക്കൾ വരുന്നത് ഇനി കോഴിമുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് പാത്തിച്ച് നോക്കും. പുഴുക്കളുടെ എണ്ണം, ജാതികളുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് അതിൽ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പച്ചില മരുന്ന്, കുടലൂർ, ആലിഞ്ചോട്. അസ്സലാമു അലൈക്കും.